വർഷങ്ങളായുള്ള യുദ്ധത്തിനും അധിനിവേശത്തിനും ശേഷം സിറിയയിലെ ഡീർ എസ്സോറിലുള്ള ചരിത്രപ്രസിദ്ധമായ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് നീണ്ട 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം സിറിയക് ഓർത്തഡോക്സ് സഭയുടെ തലവൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ ബാവയും സംഘവും ചരിത്രപ്രസിദ്ധമായ ഹോംസ് നഗരത്തിലെ ദേവാലയം സന്ദർശിച്ചു. സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിനിടെ ISIS ഭീകരർ തകർത്ത മേൽക്കൂരകളും വെടിയുണ്ടകൾ തുളച്ച ചുവരുകളും സാക്ഷിയാക്കി പുരോഹിത സംഘം സിറിയക് ഭാഷയിൽ പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ചു. ഭീകരർ പള്ളി കൈവശപ്പെടുത്തിയിരുന്ന കാലത്ത് ചുവരുകളിൽ എഴുതിയിരുന്ന ചിഹ്നങ്ങളും വിദ്വേഷം നിറയുന്ന സന്ദേശങ്ങളും ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഭീകരാക്രമണത്തിൽ നാശം നേരിട്ട ഈ പുരാതന ദേവാലയം സിറിയയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അതിജീവനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമായി മാറിയിരിക്കുകയാണ്. പള്ളിയിലെ വിശുദ്ധ രൂപങ്ങൾ തകർക്കപ്പെടുകയും പുസ്തകങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തെങ്കിലും തങ്ങളുടെ ആരാധനാലയങ്ങൾ തിരികെ പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് വിശ്വാസി സമൂഹം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്കും പ്രത്യേകിച്ച് പീഡനം അനുഭവിക്കുന്ന സിറിയയിലെ വിശ്വാസികൾക്കും ഈ ദൃശ്യങ്ങൾ വലിയ ആശ്വാസമാണ് പകരുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കാനും തകർക്കപ്പെട്ട ദേവാലയങ്ങൾ പുനർനിർമ്മിക്കാനുമുള്ള സഭയുടെ ദൗത്യത്തിന് പാത്രിയാർക്കീസ് ബാവ നേതൃത്വം നൽകി.